വീട്ടിലുണ്ടാക്കുന്ന ഹോം റെമഡീസ് ഉണ്ട്. അരിപ്പൊടി, ചായപ്പൊടി, പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് മുഖം ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകേണ്ട ഒരു കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉരച്ചൊരച്ച് വൃത്തിയാക്കാൻ മാത്രം ഒരു പാറക്കല്ലൊന്നുമല്ല നമ്മുടെ സ്കിന്ന്. ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇതുവരെ ഒരു സ്കിൻ കെയറും സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കിൻ ഏതാണെന്നനുസരിച്ച് ഓയിലി ആണോ, കോമ്പിനേഷൻ ആണോ, സെൻസിറ്റീവ് ആണോ, അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അല്ലേ മേടിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു സ്കിന്നിന് ചേരുന്ന ഫേസ് വാഷും ക്ലെൻസറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളത്. അപ്പം സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ടൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി കൊണ്ട് ഒന്ന് ഒപ്പിയെടുക്കാം. തുടച്ചെടുക്കാമല്ല കേട്ടോ. ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് നോർമൽ സ്കിൻ. ഇനി കുറച്ച് ടൈറ്റ്നെസ് തോന്നുന്നുണ്ട്, ഒരു വലിവ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കും. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഷൈനിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻ ആയിരിക്കും. ദെൻ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്, ഇച്ചി ആയിട്ടുണ്ട്, റെഡ്നെസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ, വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ടീ സോൺ ഏരിയയിൽ ഒരു ഷൈനി എഫക്റ്റ് ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അപ്പോൾ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഏത് കാര്യങ്ങളും മേടിക്കാൻ. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഈ ഒരു സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം മേടിക്കാൻ. പിന്നെ സ്കിൻ കെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ വരുന്നത് നമ്മുടെ സ്കിന്നിനുള്ള ഡേർട്ടും ഇമ്പ്യൂരിറ്റീസ് സെബും ഒക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ദെൻ നമ്മുടെ സ്കിന്നിന് വേണ്ട ഹൈഡ്രേഷൻ കൊടുക്കാം. ദെൻ ലാസ്റ്റ് വൺ പ്രൊട്ടക്ഷൻ കൊടുക്കാം. ഈ 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വരുന്നത്. അതിനപ്പുറത്തേക്കാണ് നമുക്ക് സ്കിന്നിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് വേണം നിങ്ങൾ സെറം ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഞാൻ ബേസിക് ആയിട്ടുള്ള ഈ 3 കാര്യങ്ങളെ പറ്റി പറയാം. ദെൻ ഫസ്റ്റ് വൺ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സോപ്പോ ബോഡി വാഷോ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫേസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ സോപ്പിൻ്റെ കോണ്ടാക്ട് നമ്മുടെ ഫേസിൻ്റെ pHനൊക്കെ അഫക്റ്റ് ചെയ്തിട്ട് സ്കിൻ ബാരിയറിനൊക്കെ ഡാമേജ് ചെയ്യും. അപ്പോൾ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ നിർത്തി കഴിഞ്ഞിട്ട് ഒരു ജെന്റിലായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലെൻസറിലോ ഫേസ് വാഷിലോട്ടോ മാറുക. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെത് ഡ്രൈ സ്കിന്നാണ് കേട്ടോ. സെറ്റാഫിലിൻ്റെ ഈ ഒരു ജെന്റിൽ ക്ലെൻസറാണ്. ഇത് പാരബിൻ ഫ്രീ, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ തരുന്ന ഒരു ക്ലെൻസറാണ്. ഇതിലെല്ലാ സ്കിൻ ടൈപ്പൊന്നും എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കാര്യം എനിക്കറിയില്ല. ഡ്രൈ സ്കിന്നിന് നല്ല സ്യൂട്ടബിൾ ആവുന്ന ഒരു ക്ലെൻസറാണ് കേട്ടോ. വലിയൊരു പ്രൈസ് റേഞ്ചിലേക്കൊന്നും വരുന്നില്ല, അത്രയ്ക്കൊരു ഹൈ എൻഡിലോട്ട് വരുന്ന പ്രൊഡക്റ്റ് അല്ല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇത് മേടിക്കാം. ഇവർക്ക് പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ പ്രത്യേകം ഉണ്ട് കേട്ടോ. ഓയിലി സ്കിന്നിനൊക്കെ പറ്റിയത്. അപ്പോൾ അതിന് നോക്കിയിട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം വലിയ ബോട്ടിൽ മേടിക്കാതെ ചെറിയൊരു ബോട്ടിൽ മേടിച്ച് നോക്കിയിട്ട് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് 2 തരത്തിൽ യൂസ് ചെയ്യാം. മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം. ഒന്നെങ്കിൽ വൈപ്പ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തും കളയാം. പിന്നെ നിങ്ങൾ ക്ലെൻസർ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് പതുക്കെ മസാജ് ചെയ്ത് വേണം ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാൻ. ഹാർഡായിട്ട് മസാജ് ചെയ്യാതിരിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ക്ലെൻസർ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വരുന്നതാണ് നമ്മൾ ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസിങ് ലോഷൻ അല്ലെങ്കിൽ ക്രീം മേടിക്കുന്നത്. അത് നിങ്ങളുടെ ഡ്രൈ ആണോ, വെരി ഡ്രൈ ആണോ, അല്ലെങ്കിൽ നോർമൽ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ. എൻ്റേത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സെറാവയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതും ഓൾസോ പാരബിൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഫേസിലോട്ടൊക്കെ ഏത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും, ഫേസും നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സോ അതിലൊക്കെ ഉള്ള എന്ത് പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നോക്കി മേടിക്കാൻ ശ്രമിക്കുക. ദെൻ ഇതൊരു സെറാവയുടെ നല്ലൊരു ക്രീമാണ് കേട്ടോ. ഇത് പക്ഷേ കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലോട്ട് പോകുന്നതാണ്. വേറെ ഏതാ ഉള്ളത്, ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു മോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഉണ്ട്. അത് നല്ലതാണെന്ന് തോന്നുന്നു. അത് നല്ലതാണ്. ഇതിന് മുന്നേ ഞാൻ അതിൻ്റെ ബോഡി വാഷ് യൂസ് ചെയ്തിട്ട് അത് നല്ലതാണ് കേട്ടോ. എനിക്കത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത് എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയപ്പം. അത് നല്ലതാണ്. പിന്നെ ഈ മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു നിയർ ബൈ ഏരിയാസ് ഇല്ലേ, അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ചിലർക്ക് ഈ മോയ്സ്ചറൈസർ ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചെറിയ കുരുക്കൾ വരും. അപ്പം അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
ആ ഒരു ഭാഗത്തുള്ള ആപ്ലിക്കേഷനൊക്കെ ഒന്ന് നിർത്താം കേട്ടോ. ദെൻ പിന്നെ വരുന്നതാണ് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഒരു സൺസ്ക്രീനും. അത് നിങ്ങൾക്ക് SPF സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ 15 ഉള്ളതുണ്ട്, 30 ഉള്ളതുണ്ട്, 50 ഉള്ളതുണ്ട്. 30യോ അല്ലെങ്കിൽ 50യോ മേടിക്കാം. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എന്താ പറയുക, ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ അത് നോക്കി മേടിക്കുക. അതായത് UVA UVB പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ മേടിക്കാം. അതും ഫിസിക്കൽ സൺസ്ക്രീൻ ഉണ്ട്, കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം സൺസ്ക്രീൻ മേടിക്കാൻ. അതും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നുണ്ട് 3 ഫിംഗർ റൂള്, 2 ഫിംഗർ റൂള് എന്നൊക്കെ. ഒരു ലെയർ ഫോം ചെയ്യാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഫേസിന് വേണ്ട ഏതാണ്ട് ഒരു എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ജെൻറ്റിലായിട്ട് ഒന്ന് മസാജ് ചെയ്ത് മാത്രം കൊടുക്കുക. നല്ല ഹാർഡായിട്ട് മസാജ് ചെയ്യാതെ ജെൻറ്റിലായിട്ട് മാത്രം മസാജ് ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതിൽ നിങ്ങൾ 30യോ 50യോ വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. 15 വളരെ കുറവായിരിക്കും. 30 നമുക്ക് ഒരു 97% പ്രൊട്ടക്ഷൻ തരും. 50 ആണെങ്കിൽ 99% പ്രൊട്ടക്ഷൻ തരും. സൺസ്ക്രീന് നമുക്ക് 100% പ്രൊട്ടക്ഷൻ തരുന്നില്ല. അപ്പോൾ SPF 30 തന്നെ മതി. ഇനിയിപ്പം SPF 50 വരുമ്പോൾ അതും കുറച്ച് എക്സ്പെൻസീവ് സൈഡിലോട്ട് പോകുന്നതാണ്. ഒരു 2%-ന് വേണ്ടിയിട്ട് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കണ്ട. അപ്പം അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, ഇങ്ങനെ SPF എത്രയുണ്ടെന്നും PA+++ ആണോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ബ്രോഡ് സ്പെക്ട്രം ആണോ എന്നും കൊടുത്തിട്ടുണ്ടാവും. ആയിട്ടും ജെല്ലായിട്ടും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു എമൗണ്ട് എത്രയാണെന്ന് വെച്ചിട്ട് അത് മാത്രം അപ്ലൈ ചെയ്യുക. ഒരുപാട് ആയാലും കുഴപ്പമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലർക്കും ഉണ്ടാവും ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത ഉടനെ നന്നായിട്ട് വിയർക്കുക, കരിവാളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് വിയർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വല്ലാതെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് പെട്ടെന്ന് വിയർപ്പ് വരുന്നതും കരിവാളിക്കുന്നതും ഒക്കെ. പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാത്തിനും സമയം കൊടുക്കാം. മേൽക്കുമേൽ ഇട്ട് കൊടുക്കാതെ ഓരോന്നിനും സമയം കൊടുത്ത് വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്കിൻ കെയർ റൂട്ടീനിൽ വരുന്നത്. ഇനി നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതിൽ ഒത്തിരി ടീനേജേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ്റർനെറ്റിൽ ഒത്തിരി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം റെമഡീസ് ഉണ്ട്. അരിപ്പൊടി, ചായപ്പൊടി, പഞ്ചസാര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് മുഖം ഇങ്ങനെ ഉരച്ച് കഴുകേണ്ട കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉരച്ച് വൃത്തിയാക്കാൻ മാത്രം ഒരു പാറക്കല്ലൊന്നുമല്ല നമ്മുടെ സ്കിന്ന്. ചായപ്പൊടി കാര്യങ്ങളും പിന്നെ നാരങ്ങ നേരിട്ട് ആഡ് ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ സ്കിൻ ബാരിയറിനെ, നാരങ്ങ നേരിട്ട് ആഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ആക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് അതൊക്കെ ചെയ്താൽ ഒരു മനസംതൃപ്തി കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ്, തേന്, അങ്ങനത്തെ സാധനം ഉണ്ടാവില്ല, ഒരു ഫൈനായിട്ടുള്ള പൗഡേഴ്സിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അരിപ്പൊടിയൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദോശമാവ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി ഫെർമെൻറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യാം. പിന്നെ എന്ത് പ്രൊഡക്റ്റ്, ചായപ്പൊടി, അത്രയും തരിയുള്ള സാധനമൊക്കെ ഇട്ട് മുഖം നമ്മളിങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ ഒരു റെഡ്നെസ് ഒക്കെ ആദ്യത്തെ ദിവസം വല്ലാണ്ടൊരു നല്ലൊരു വൃത്തിയൊക്കെ തോന്നും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ മൈക്രോ ടീയേഴ്സ് വരും, നമ്മുടെ സ്കിന്നിൽ മൈക്രോ ടീയേഴ്സ് വരും. അതിനുശേഷം നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഇട്ടാലും അത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത് മൈക്രോ ടീയേഴ്സ്, പിന്നീട് സ്കാർസ് ഒക്കെ ആവും. പിന്നെ അതിൻ്റെ പിറകെ നടക്കേണ്ടി വരും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു സ്കിൻ കെയർ തുടങ്ങാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ലിപ് കെയറിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിഗ്മെൻറ്റേഷൻ നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്താൽ മാത്രമായിട്ടല്ല വരിക. നമുക്ക് ജനറ്റിക്സ് ആയിട്ട് നമുക്ക് ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ വരാം. അതുമല്ല നമ്മൾ ഒരുപാട് സമയം ബ്രഷ് ചെയ്യുന്നവരാണെങ്കിൽ ആ ടൂത്ത് പേസ്റ്റിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ലിപ് പിഗ്മെൻറ്റേഷൻ വരാം. ഇനി അതൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കാം. ലിപ് പിഗ്മെൻറ്റേഷൻ ഉള്ളവർ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു SPF ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. ഇനി നല്ല ഡ്രൈ സ്കിൻ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, വല്ലാതെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പോകുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വാസലിൻ്റെ പെട്രോളിയം ജെല്ലി. അത് നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മോർണിംഗിൽ വാഷ് ചെയ്ത് കളയാം. അത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നറിഷ് ചെയ്യുന്ന, എന്താ പറയുക, നല്ല സോഫ്റ്റ് ആക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. വാസലിൻ യൂസ് ചെയ്യാം. പിന്നെ വാസലിൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാസലിൻ ഇട്ടിട്ട് പകൽ സമയത്ത് പുറത്ത് പോകാതിരിക്കുക. ഇനി പുറത്ത് പോകുന്നവരാണെങ്കിൽ ആ വാസലിൻ്റെ യൂസ് ഒഴിവാക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കും പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. വാസലിൻ ഇട്ട് പോകുമ്പം ചുണ്ടൊക്കെ ഒന്ന് കറുത്ത് വരുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് റീസൺ ഒന്നും അറിയില്ലെങ്കിലും അങ്ങനൊരു കാര്യമുണ്ട്. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഒത്തിരി പേര് അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനിയിപ്പം നല്ല വെയിലത്തേക്കൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് സിബാമെഡിൻ്റെ ഒക്കെ SPF ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ഉണ്ട്, അതൊന്ന് യൂസ് ചെയ്യാം കേട്ടോ. അതും കൂടെ നോക്കിയാൽ നമ്മുടെ സ്കിൻ കെയർ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.